നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഡേറ്റ് ഒന്ന് നോട്ടെ, മാർച്ച് 8 ഞായറാഴ്ച 2026. ഇന്ന് പറയാൻ വരുന്നത് നമ്മുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെക്കുറിച്ച്, അവരുടെ മാതാപിതാക്കളെയും അതിന് പൈസ പിരിക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ചും ഒരു ചെറിയ ധാരണ അവർക്ക് വേണം. ഒരു കാര്യം, ഈ സൂക്കട് പിടിച്ച് കിടക്കുന്ന ആൾക്ക് മൊത്തം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കുറേ പൈസ കൊടുത്താൽ നിങ്ങളുടെ കംപ്ലീറ്റ് കാര്യം ശരിയാവും എന്ന് നിങ്ങൾ ധരിക്കരുത്. അത് മഹാ തെറ്റാണ്. നിങ്ങളിതുവരെ ചികിത്സക്ക് പോയിരുന്ന ആശുപത്രിയിൽ നിങ്ങളുടെ മുന്നിൽ എത്ര പേര് അന്ന് ചികിത്സക്ക് വന്നു, ആർക്കെങ്കിലും ചികിത്സ കിട്ടിയിട്ടുണ്ടോയെന്ന് നോക്കിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ചികിത്സയിൽ പാൾട്ട് പറ്റിയിട്ട് നിങ്ങൾ രേഖാമൂലം കോടതിയിൽ പരാതി കൊടുത്തിട്ട് അത് എഴുതി വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് ആരെങ്കിലും ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇത് രണ്ടും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? അതായത് ഈ ഇവിടെ നടത്തുന്ന നിയമങ്ങൾ കംപ്ലീറ്റ് എംബോക്കികളുടെ നിയമങ്ങളാണ്. എന്ന് വെച്ചാൽ കൊള്ളക്കാർ നടത്തുന്ന നിയമസേവനം, അതാണ് എംബോക്കികൾ, കൊള്ളക്കാർ. അതായത് ഇവർ നാളെ എന്തും ചെയ്യാം, ഇന്നും ചെയ്യാം. അപ്പോൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ അല്ലെങ്കിൽ ക്യാൻസർ പിടിച്ച ആളുകളുടെ ഉറ്റവരൊക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് 48 മണിക്കൂർ മരുന്ന് മതിയാവും, 6 ദിവസം. 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6 ദിവസം. ചില ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് 2 മാസം അല്ലെങ്കിൽ 3 മാസം വരും. ചിലവർക്ക് 1 മാസം വരും, ചിലവർക്ക് 1.5 മാസം വരും. ഇത് നമുക്ക് നോക്കിയിട്ട് തീരുമാനിക്കാനൊന്നും പറ്റില്ല. നോക്കിയാൽ നമുക്ക് ഇത്ര ദിവസം കൊണ്ടാവുകയെന്ന് പറഞ്ഞിട്ട് ആയി കിട്ടില്ല. കാരണം ഒരു ഞരമ്പ് കംപ്ലീറ്റ് കേടുവരാൻ കാരണം ഈ ആശുപത്രിക്കാരുടെ തെറ്റായ തീരുമാനമാണ്. ഈ ആശുപത്രിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാലാക്കന്മാർ, ചില മാലാക്കന്മാർ പിന്നെ ഈ പ്രസവ ഓപ്പറേഷൻ ഒരിക്കലും ഞാൻ അനുവദിക്കുന്നില്ല. ഒരു പെണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഓപ്പറേഷത്തിലേക്ക് വരുന്നത് ആ പെണ്ണ് ഈ പള്ളയിലായ അന്ന് മുതൽ തൊട്ടിട്ട് തന്നെ വേദന ഇല്ലാണ്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുക? നിങ്ങൾക്ക് കണക്കാക്കണ്ടോ? നിങ്ങളെ ആരെങ്കിലും ഒരാൾ അങ്ങനെ സഹായിക്കുന്നത് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഒരാളും നിങ്ങൾക്ക് സഹായം ചെയ്യില്ല. ഇംഗ്ലീഷ് മരുന്നുകാർ ചെയ്യണേ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ അതിൻ്റെ മുകളിൽ നിന്ന് 5000 കോടി രൂപ വരണം. അതിന് കണക്കിലാണ് അവർ ചെയ്യുക. ആ കണക്ക് വെച്ചിട്ട് അവർ ചെയ്യുക. അതിൻ്റെ കണക്കേ വല്ലയിടത്തുള്ളൂ. വേറെ അതിൻ്റെ ചോടുള്ള കണക്കൊന്നും വല്ലയിടത്തില്ല. എല്ലായിടത്ത് പെട്ട പൈസ തിരിച്ചിട്ടിട്ട് കിട്ടൂല. അതിന് ഓരോ മുടന്ന ന്യായങ്ങൾ ഒരുപാട് പറയും. ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മുസ്ലിം ആളുകൾ ചിലർ, അതിലൊരു 1-2 കാര്യങ്ങൾ പറയാം. നസറുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് വ്യാപാരികളുടെ ഒരു നേതാവുണ്ടായിരുന്നു. ഒരു വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. വ്യാപാരികളെ നമുക്കങ്ങനെ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ വേണം, ഇല്ലാണ്ടൊന്നും പറ്റില്ല. എന്നാൽ ഇയാൾ ഒരിക്കൽ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് നല്ലൊരു വെട്ടിപ്പ് നടത്തി. ഇപ്പം അതുപോലെ ഒരു മൈലിയർ നടക്കുന്നുണ്ട്. ഈ ക്യാൻസർ എന്താണ്, ഈ സാധനം എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് മതി ഈ കാര്യത്തിന് വരാം. അതായത് നമ്മളുടെ മാങ്ങയുടെ പുളിയുടെ പുളി, നമ്മുടെ പഞ്ചസാര, ഇതെല്ലാം കൂടി ചേർന്നിട്ട് വേണ്ടത്ര മൂത്രം സർക്കുലേഷൻ ആവണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഒരു 5-8 ലിറ്റർ പച്ചവെള്ളം വെറുതെ കഴിച്ചുകൊണ്ടിരിക്കണം, അല്ലാണ്ട് ആവില്ല. പിന്നെ നല്ല കൃഷിപ്പണി ചെയ്യുന്നവർക്കും ഇതുപോലെ വരും. മറ്റുള്ളവർക്കൊക്കെ അത് എത്തേണ്ട കാര്യം വളരെ ഞെരുക്കമാണ്. അതാണ് അതിൻ്റെ വേറൊരു കാര്യം. അപ്പോൾ അതിന് പകരം നിങ്ങൾ എന്തെന്നെ ചെയ്തിട്ടും കാര്യമില്ല. ഏത് കാര്യം തന്നെ നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല, മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നോക്കി നോക്കാം. നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ആശുപത്രി, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ ആശുപത്രി മുഴുവൻ ഫ്രോഡാണ്. അതായത് ഫ്രോഡ് എന്ന് പറഞ്ഞ സാധനം വളരെ മോശമുള്ള സാധനം. ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ല അവർ ചെയ്യുന്നത്, ജനങ്ങളെ കൊല്ലാനുള്ളത് ചെയ്യുക. അവരെ കാഴ്ചപ്പാടൊന്നും വേറെ ഉണ്ട്. നിങ്ങളുടെ കുട്ടികളെ ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, IAS ഓഫീസറാക്കാം, നാട്ടിലെ പോലീസും പട്ടാളം കാവലൊക്കില്ലേ എന്നാണ്. ഇതൊക്കെ മഹാ തെറ്റാണ്. ഓരോരുത്തരുടെ കഴിവും യോഗ്യതയ്ക്കും അനുസരിച്ചിട്ടാണ് ഓരോ കാര്യം നമ്മൾ വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾ മദ്യപാനികളും മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തുക്കളാണ്. MDMA ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ്. എന്താ അങ്ങനെ ആയി?
ഇവരെ അച്ഛനും അമ്മയൊക്കെ നല്ല കണ്ടീഷനായിരുന്നില്ല, എന്നിട്ട് എന്തെങ്ങനെ വന്ന് നല്ല മൊയ്ലിയന്മാർ കത്തീബന്മാർ, നല്ല കത്തീബന്മാരുടെ മക്കൾ മദ്യപാനികളാണ്, മയക്കുമരുന്ന് ഉപയോഗത്താണ്. അതുമാത്രമല്ല അവരുടെ അടുത്ത് ഇല്ലാത്ത കുസൃതികളൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം, നല്ല ചിന്തിക്കണം. മുസ്ലിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ മുസ്ലിങ്ങൾ മാത്രമേ നല്ല മുസ്ലിങ്ങളുള്ളൂ. ഒരു ലേശം കളർ കുപ്പായും ഒരു വണ്ടി കയ്യിലുണ്ടെങ്കിൽ 100ൻ്റെ ഒരു നോട്ട് പോലെ പോക്കറ്റിലുണ്ടെങ്കിൽ ഇവൻ ചെറ്റാണെന്ന് നിങ്ങൾ ആദ്യം കണക്കായിക്കോ. ഒരു ആത്മാർത്ഥമുള്ളവൻ്റെ അടുത്തും ഒരു 100 രൂപ സ്റ്റോക്കില്ല. മനസ്സിലായില്ലേ? അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് കാലത്തെ അധ്വാനം കൊണ്ട് എവിടെയെങ്കിലും ചെറിയ രീതിയിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ പൈസ കൊടുത്തിട്ട് മദ്യമായി കഴിക്കലും ഈ സാധനവും, അതുപോലെ നിങ്ങൾ പൈസ കൊടുത്താൽ എന്ത് കിട്ടും എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ, അതെല്ലാവരും മാറ്റുക. പൈസ കൊടുത്താൽ എല്ലാതും കിട്ടില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരുപാട് ശ്രമിച്ചാൽ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ശരിയായി കിട്ടും. ചിലപ്പോൾ അതിന് ഒരുപാട് അധ്വാനിക്കണം, എല്ലാതൊന്നും കിട്ടില്ലാന്നേ. ഇപ്പം ഞാനത് പറഞ്ഞത് ഷോക്ക് വന്ന് തളർന്ന ആളുകളെയും അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ, ഈ ഓട്ടിസം ബാധിച്ച നിങ്ങൾ ഈ ചികിത്സക്ക് തകരാറ് പറ്റിയ ആശുപത്രിക്കെതിരെ കേസ് കൊടുക്കണം. നിങ്ങൾ കേസ് കൊടുക്കേണ്ട രീതി നിങ്ങൾക്ക് നേരെ കൊടുക്കാൻ പറ്റില്ല. ആളെയും ആ കടലാസുമായിട്ട് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് ഈ കടലാസൊന്നും വായിക്കാനറിയില്ല. ഇതിൽ നിങ്ങളോട് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് ഈ ആളെ ഒന്ന് ചെക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റെ ഫയലിൽ റെക്കോർഡാക്കിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങൾക്കതിൽ ഇതിന് ഈ കുട്ടിക്ക് ഇന്ന രോഗമാണ്, ഇങ്ങനെ ആക്കിയ തന്നെ ആൾക്കാർ ഇന്നവരാണ്, ഇവർക്ക് നേരെ നിയമം അനുസരിക്കുന്ന നടപടി എടുക്കണം, മതിയായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തു. മനസ്സിലായില്ലേ? മതിയായ നഷ്ടപരിഹാരം, അത് ചെറിയ കാര്യമൊന്നുമല്ല മതിയായത്. അങ്ങനെ ഞാൻ 2-3 ഫയല് ഇവിടെ ബില്ലിട്ട് അത് കോടതിയിലെത്തി. കോടതിയിൽ വായിച്ചാൽ ഇതിൻ്റെ ഫയലുമ്പോൾ തൊടാണ്ട് വക്കീലന്മാർ തൊട്ടാലോ ഞാൻ ഒരു മുട്ട പറക്കും. വക്കീലിൻ്റെ ജഡ്ജിനൊക്കെ ഉണ്ടല്ലോ മുട്ട ഉണ്ടല്ലോ നിന്ന് പറക്കും, ചാടും നിന്നിട്ട്. കാരണം ഞാൻ ഡോക്ടർ മുഹമ്മദ് IPS ആണ്. മനസ്സിലായില്ലേ? ഒരുപാട് കാഴ്ചകൾ കണ്ടാണ്. ഇത് ജനങ്ങളോട് എന്തിനാണ് ഇത് പറയണമെന്ന് അറിയോ? അപ്പോൾ അത് പറഞ്ഞ് അതിന്മൊന്നും പിന്നെ അതിൻ്റെ മുകളിൽ തീരുമാനമൊന്നും മറിച്ചിടാൻ ഓനൊന്നും 500 തലമുറ ഈ വക്കീലോ ജഡ്ജിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡോക്ടറോ 500 തലമുറ ഇനി ബാക്കിലേക്ക് പോയി ജനിച്ചാലും സാധിക്കില്ല. അപ്പോൾ എന്താ കാരണം? അത്രയേറെ പല ഭാഗത്തു കൂടിയും കണ്ടു. മനസ്സിലായില്ലേ? ഇത് വെറുതെ ഒരു തമാശ കളിച്ചിട്ട് വരണമെന്നല്ല. ഒരുപാട് ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ അനുഭവിച്ചിട്ടാണ്. അപ്പം നോട്ടുകെട്ട് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല. അത് നിങ്ങൾ ആദ്യം കണക്കായിക്കോ. പരസ്പര ക്ഷമയും മറ്റുള്ളതും വേണം. നിങ്ങൾ കുറേ ആൾക്കാർ കുറേ പൈസ പിരിച്ച് കുറേ ഗ്രൂപ്പ് വേണം എന്നിട്ട് എന്നോട് കുറേ താറാറ് വേണമെന്ന് എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ പിന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് കേസിൽ നട്ടെല്ല് മുറിഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണെന്ന് അതിൻ്റെ കണ്ടെത്തൽ. പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ട് കാണുന്നതാണ്. 20 കൊല്ലം, 70 കൊല്ലം, 40 കൊല്ലം, 30 കൊല്ലം, എന്നിട്ട് ഇവർ മരിച്ചിട്ടുമില്ല, ജീവിച്ചിട്ടുമില്ല. ഇവരൊക്കെ ആശുപത്രി കൊണ്ടുപോയ ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുക, ആശുപത്രിയിലേക്ക് മാറ്റാമെന്ന് പറയണ നായ്ക്കളെ നിങ്ങളൊക്കെ ചവിട്ടി നീട്ടണം. ആ കൊണ്ടുപോകണ നായ്ക്കളെ ഇവർക്ക് ആവശ്യത്തിനുള്ള ചികിത്സ ഇവർക്ക് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഈ തട്ടിപ്പാക്കുന്ന ലെവലല്ല. ഈ മുഴുവൻ ആശുപത്രി തട്ടിപ്പാക്കാണ്. പൈസ കൊടുത്താൽ എല്ലാതും കിട്ടുമെന്ന് പറയരുത്. പൈസ കൊടുത്താൽ എല്ലാതൊന്നും കിട്ടില്ല. കിട്ടണേന് ചിലപ്പോൾ കാവൽ കിടന്നിട്ട് നിൽക്കേണ്ടി വരും. ഓന് നിങ്ങളുടെ അടുത്ത് കോടികളൊന്നും വാങ്ങില്ല. കാരണം പടച്ചവനെ പേടിയുണ്ടാവും. അപ്പോൾ അതിന് പറ്റുന്നതേ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അതിന് പറ്റുന്നതേ ചെയ്യുള്ളൂ. അതിന് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ ആദ്യക്ക് എൻ്റെ അടുത്ത് ഒരുപാട് മരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്കിരിക്കണം. ആ മരുന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വെക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ല, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണം എന്ന് കണക്കാക്കിയിട്ടാണ്. അതിന് ഇവിടെയുള്ള കുറേ നാറുകൾ ഇതാണ്ടോ, ഇതിൽ ഒരു വലിയ നാരയുണ്ട്, ആ വീട്ടിലൊരു വലിയ നാരയുണ്ട്. ഈ 2 നാരുകൾ കൂടിയിട്ട് ഇവിടെ താറാണ്ടാക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഞാനെവിടെയും പോവില്ല. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് മാത്രമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ ഒരാൾക്കും ഒരധികാരവും നൽകരുത്. കാരണം മുഴുവൻ വിവരമില്ലാത്തവരാ. ഉണ്ടെന്നവർ തീരുമാനിക്കട്ടെ. ഇവിടുത്തെ എൻ്റെ വീട് ആക്രമിച്ചതിൻ്റെ പേരിൽ
3 പള്ളികൾ ജുമായത്ത് പള്ളികൾക്കെതിരെ പോലീസിൽ കേസ് നിലവിൽ നിൽക്കുന്നുണ്ട്. 16/116/2000 എന്ന് പറഞ്ഞിട്ട് കേസ് ഉണ്ട്. അന്നത്തല്ലേ അത് 6 രൂപ കുറ്റാണ് അത്, അങ്ങനെ നമ്പറല്ലേ, അതല്ല അതിൻ്റെ നമ്പർ. ഇരിക്കട്ടെ, ആ നമ്പർമാർ ഇരിക്കട്ടെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ മോശമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കീഴിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും ഊമ്പന്മാരാണ്. ലീഗിൻ്റെ കീഴിലുള്ളവർ മുഴുവൻ അങ്ങനെ അല്ലാന്ന് തെളിയിക്കാൻ നിങ്ങളുടെ അടുത്ത് രേഖ ഉണ്ടായിക്കൊണ്ടിരേ. ഞാനത് ശരിക്കും കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള അമ്മമാർ ശ്രദ്ധിക്കാൻ, നിങ്ങൾ അത് കേസ് കൊടുക്കണം, കോടതിയിൽ പോകണം. ഈ കുട്ടിയെ നേരിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നല്ലൊരു വക്കീലിനെ ഏൽപ്പിക്കുക, നല്ല വക്കീലായിരിക്കണം. എന്തായാലും അമ്മ കണ്ടോ ഊമ്പനെന്നാണ് വരുന്നത്. കുറച്ച് പിന്നെ എന്താ പറയുക, കുറച്ച് പരിചയമൊക്കെ ഉള്ള വക്കീലിനോട്, അവരോട് ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയണം. ഞാൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് വേണം. പിന്നെ അയാൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ പറയണം. എന്നിട്ട് അയാൾക്ക് ഫീസ് ഉണ്ട്, 25,000 രൂപയാണ് ഫീസ്. അത് ചിലവിൽ ഇതിനനുസരിച്ചിട്ടൊക്കെ മേടിക്കും. അത് വേഗം കൊടുക്കുക, എന്തെങ്കിലും ചെയ്തിട്ടാണ് കൊടുക്കുക. കഴിയുമ്പോൾ തിരിഞ്ഞ് കളിക്കരുത്. അത് വില കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ വില കുറയും. അതാണ് സാറ്. അതിന് വില കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ലെവലാക്കാൻ നോക്കുമ്പോൾ വക്കീൽ കോടതിയിൽ ഹാജരാകുന്നത് അയാളുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിങ്ങൾ പിന്നെ അയാളെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോയാൽ ഒരു കാര്യം നടക്കില്ല. നല്ല കഴിവുള്ള വക്കീലന്മാരുണ്ടാവും, അവർ പുറത്തേക്ക് വരാൻ പറ്റാത്തത്. പിന്നെ വനിതാ വക്കീലിനെ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാത്തതിന് കാരണം എന്ന് വിചാരിച്ചാൽ അവറ്റക്ക് പിന്നെ തുല്യത വേണമെന്നുള്ളൂ, അല്ലാതെ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. അതിന് നടക്കുകയും ചെയ്യണ്ട. മനസ്സിലായില്ലേ? തുല്യത വേണം. എന്താ തുല്യത? അത് വിൽക്കാറിയില്ല. എന്തെങ്കിലും കാര്യമുള്ള പണി പറഞ്ഞു നോക്കി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു പെണ്ണ് ആ യുദ്ധത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരിക്കൽ നിങ്ങൾ എവിടെയെങ്കിലും നോക്കി, ഏതെങ്കിലും രാഷ്ട്രത്തിൻ്റെ അടുത്ത് നോക്കി, ഉണ്ടാവില്ല. അതിന് പുളിക്കും. ആ മരിച്ചത് കംപ്ലീറ്റ് ആണുങ്ങളാണ്. അപ്പോൾ ഏത് വിഭാഗത്തിൻ്റെ ചെയ്താലും അത് കംപ്ലീറ്റ് ആണുങ്ങളാണ്. മനസ്സിലായില്ലേ? ഇസ്രായേലിൽ ബോംബിട്ടിട്ട് മാത്രമാണ് ആ പിന്നെ 100-200-ലധികം പെൺകുട്ടികളും മരിച്ചിട്ടുണ്ട്. മറ്റുള്ളതിലൊന്നുമില്ല. ഇതൊക്കെ വളരെ മോശമുള്ള ഏർപ്പാടാണ് എന്നാണ് എനിക്ക് ലോകത്തോട് പറയാനുള്ളത്. പിന്നെ തുല്യതയ്ക്ക് കടന്നിട്ട് ഓടിയാൽ പോരാ. ഇവിടുത്തെ മതപണ്ഡിതന്മാരെയൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അവർ മഹാചെറ്റകളാണ്, മുഴുവൻ മതപണ്ഡിതന്മാരും. നിങ്ങൾ ആരുണ്ടോ എന്ന് നോക്കിക്കോ, അവർക്ക് വിവരമില്ലാത്തവരാണ്. പൈസ കൊടുത്താൽ എന്തും കിട്ടുന്ന ഒരു കണക്കൂട്ടല അവർക്ക്. പൈസ കൊടുത്താൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ നാട്ടിലെ കൊടല്ലൂർ പള്ളി, ശങ്കരമംഗലം പള്ളി, പൂവക്കോട് പള്ളി, ഈ 3 പള്ളികൾക്ക് നേരെ പോലീസിൻ്റെ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കൽ എന്നാ പുറത്തേക്ക് വരികയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ BJP ഭരിക്കാൻ വന്നാൽ ചിലപ്പം പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. അതിൻ്റെ മുമ്പ് അവർക്ക് അത് പരിഹരിക്കാൻ ഇതുവരെ അവരെ കൊണ്ട് ഈ ഇത്രയും പള്ളി കമ്മിറ്റികൾക്കും പാണക്കാട് തങ്ങന്മാർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കാം. പാണക്കാട് തങ്ങന്മാർക്ക് ഇതിലൊക്കെ നല്ലത് നായ്ക്കളെ നിങ്ങൾ തൂങ്ങി ചത്തൂടെ പോയിട്ടുന്ന പാണക്കാട് തങ്ങന്മാരോടാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങളെ അണികൾ വളരെ മോശമാണ്. ആ അണികളെ നിങ്ങൾക്ക് തെറ്റാണെന്നെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ വളരെ മോശമാണ്. അസ്സലാമു അലൈക്കും.